അന്ന് ഹാക്കയിലെ സ്റ്റാഫ് എന്നോട് പറഞ്ഞ ഒരു ഉറപ്പുണ്ട്. അതായത് കോഴ്സ് ആദ്യം അറ്റൻഡ് ചെയ്ത് നോക്ക്, എന്നിട്ട് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ശ്രീത്ത് പറയാൻ പറഞ്ഞു. പക്ഷേ ഈ 4 മാസത്തിനിടയ്ക്ക് അങ്ങനെ എനിക്കൊരു ചെറിയൊരു പോരായ്മ പറയാൻ എനിക്കിതുവരെ പറ്റിയിട്ടില്ല. ഇതായപ്പോൾ തന്നെ എനിക്ക് സ്വന്തമായിട്ടൊരു GST രജിസ്ട്രേഷൻ എടുക്കാനും അത് ഫയൽ ചെയ്യാനും എനിക്ക് സാധിച്ചു. അത് മെന്റേഴ്സ് തന്ന സപ്പോർട്ടും ഹാക്കയുടെ ടീമിന്റെ സപ്പോർട്ടും തന്നെയായിരുന്നു. ഹായ് ശ്രീജിത്ത്. ഹായ്. എങ്ങനെയാണ് ശ്രീജിത്ത് ഫിനാൻസ് സ്കൂളിലേക്ക് എത്തിച്ചേരുന്നത്? ഫിനാൻസ് സ്കൂളിലേക്ക് എത്തിപ്പെട്ടത് ഞാൻ പഠിച്ചത് കൊമേഴ്സ് ആയിരുന്നു. അതിനുശേഷം BCom എടുത്തു. അതിനുശേഷം ടാക്സ് കൺസൾട്ടൻ്റ് അടുത്ത് വർക്ക് ചെയ്യാൻ കയറി. അതിനുശേഷം ഒരു 4 കൊല്ലം അവിടെ വർക്ക് ചെയ്തു. വർക്ക് ചെയ്ത് കഴിഞ്ഞ് ഞാൻ എബ്രോഡ് പോകാൻ പ്ലാൻ ചെയ്ത് ഫ്രാൻസിലേക്ക് പോകാനായിരുന്നു നോക്കിയിരുന്നത്. ആ സമയത്ത് ചെറിയ പ്രശ്നങ്ങളായിരുന്നു, പോകാൻ പറ്റിയില്ല. പിന്നെ തിരിച്ച് വർക്കിങ്ങിന് വരണം ഉള്ളതുകൊണ്ട് പല അക്കാദമികളും നോക്കിയിരുന്നു. ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 30ഓളം അക്കാദമി ഞാൻ കോൺടാക്ട് ചെയ്തതിന് ശേഷമാണ് ഹാക്കയിലേക്ക് എത്തിപ്പെടുന്നത്. ടാക്സ് കൺസൾട്ടൻ്റ് അടുത്ത് വർക്ക് ചെയ്തെങ്കിലും ഒരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരാൾ സംശയം ചോദിച്ചു ഇത് എന്തുകൊണ്ട് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരം ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഉത്തരത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു കോഴ്സ് നോക്കിയത്. ഫിനാൻസ് സ്കൂളിലേക്ക് ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ ഒരു 4 മാസത്തേക്കുള്ളായി. അന്ന് ഹാക്കയിലെ സ്റ്റാഫ് എന്നോട് പറഞ്ഞ ഒരു ഉറപ്പുണ്ട്. അതായത് കോഴ്സ് ആദ്യം അറ്റൻഡ് ചെയ്ത് നോക്ക്, എന്നിട്ട് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ശ്രീത്ത് പറയാൻ പറഞ്ഞു. പക്ഷേ ഈ 4 മാസത്തിനിടയ്ക്ക് അങ്ങനെ എനിക്കൊരു ചെറിയൊരു പോരായ്മ പറയാൻ എനിക്കിതുവരെ പറ്റിയിട്ടില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് സാർമാരായാലും സ്റ്റാഫുകളായാലും പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ടാക്സ് കൺസൾട്ടൻ്റ് അടുത്താണ് 4 കൊല്ലം വർക്ക് ചെയ്തത്. ആ സമയത്ത് GST ഫയൽ ചെയ്യുക കാര്യങ്ങളായിരുന്നു ഞാൻ ചെയ്തിട്ടിരുന്നത്. പക്ഷേ ആ സമയത്ത് എനിക്കൊരു GST സ്വന്തമായിട്ട് രജിസ്ട്രേഷൻ എടുക്കാനൊന്നും കോൺഫിഡൻസ് ഉണ്ടായില്ല. പക്ഷേ ആക്കിയ കോഴ്സ് പകുതിയായപ്പോൾ തന്നെ എനിക്ക് സ്വന്തമായിട്ടൊരു GST രജിസ്ട്രേഷൻ എടുക്കാനും അത് ഫയൽ ചെയ്യാനും എനിക്ക് സാധിച്ചു. അത് മെൻറ്റേഴ്സ് തന്ന സപ്പോർട്ടും ഹാക്കയുടെ ടീമിൻ്റെ സപ്പോർട്ടും തന്നെയായിരുന്നു. ആ ഒരു കോൺഫിഡൻസ് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ സ്വന്തമായിട്ട് GST രജിസ്ട്രേഷൻ എടുത്തതും അത് ഫയൽ ചെയ്യുന്നതും എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിച്ചത്. പല അക്കാദമികളും ഞാൻ ഡെമോ ക്ലാസ്സുകളെല്ലാം അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് ഫൈനലി ചൂസ് ദിസ് അക്കാദമി. ഞാൻ എന്താഗ്രഹിച്ചിട്ടാണോ ഹാക്ക ഫിനാൻസ് സ്കൂളിൽ എത്തിപ്പെട്ടത് അതെനിക്ക് തരാൻ ഹാക്ക ഫിനാൻസ് സ്കൂളിൽ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൽ 100% ഹാപ്പിയാണ്.